إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചു തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. യുഖല്ലിബു അല്ലാഹു അൽ-ലൈല വൻ-നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, രാവും പകലും മാറി മാറി വരുന്നതിലും കാലം, സമയം, കാലാവസ്ഥ തുടങ്ങിയവയെല്ലാം മാറി മാറി വരുന്നത് തീർച്ചയായും ചിന്തിക്കുന്നവർക്കതിൽ ദൃഷ്ടാന്തമുണ്ട്. വയഖൂലു അല്ലാഹു സുബ്ഹാനഹു വ തആല وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. രാവിന് ശേഷം പകലും പകലിന് ശേഷം രാവുമെന്നോണം മാറി മാറി വരുന്ന രൂപത്തിൽ കാലത്ത് ക്രമീകരിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടിയും റബ്ബിനെ സ്മരിക്കുവാൻ വേണ്ടിയും അവനോട് നന്ദിയുള്ളവനായി തീരുവാൻ വേണ്ടിയും അത്രേ അത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രാവ് നഷ്ടപ്പെട്ടവന് പകലും, പകല് നഷ്ടപ്പെട്ടവന് രാവും അള്ളാഹുവിനെ സ്മരിക്കുവാനും ഇസ്തിഗ്ഫാർ ചെയ്യുവാൻ വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നുവെന്നാണ്. രാവിൽ തെറ്റുകൾ ചെയ്തു പോയവൻ പകൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങട്ടെ എന്നും, പകലിൽ തെറ്റുകൾ ചെയ്തു പോയവൻ രാവിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങട്ടെ എന്നുമെല്ലാം ആ വചനത്തിന് തഫ്സീർ നൽകിയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതികഠിനമായ ചൂട് അനുഭവപ്പെടുന്ന ഈ ദിവസങ്ങളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതായ മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതികഠിനമായ ചൂടും അതികഠിനമായ ശൈത്യവും നരകാഗ്നിയുടെ അംശങ്ങളാണ് എന്നും അത് നരകത്തെ ഓർമ്മിപ്പിക്കേണ്ടതാണ് എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
كما ورد في الصحيحين اشتكت النار إلى ربها فقالت يا رب آكل بعضي بعضا فأذن لها بنفسين نفس في الشتاء ونفس في الصيف فأشد ما تجدون من الحر من سموم جهنم وأشد ما تجدون من البرد من زمهرير جهنم. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നരകാഗ്നി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു ശക്വ പറയുകയാണ്, ഒരു പരാതി പറയുകയാണ്. നരകാഗ്നിയുടെ അതികഠിനമായ ചൂടും അതികഠിനമായ ശൈത്യവും പരസ്പരം തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് പരാതി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് രണ്ട് നിശ്വാസങ്ങൾ അനുവദിച്ചു. ഒന്ന് ശൈത്യകാലവും മറ്റൊന്ന് ചൂടുകാലവുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅശദ്ദ മാ തജിദൂന മിനൽ ഹർരി, നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ചൂടിന്റെ കാഠിന്യം മിൻ സമൂമി ജഹന്നം, നരകത്തിലെ ഏറ്റവും കഠിനമായ ചൂടുള്ള അതിൻ്റെ സമൂം എന്ന് പറയുന്ന അഗ്നിയിൽ നിന്ന് അനുഭവപ്പെടുന്നതായ ചൂടാണ്. വഅശദ്ദു മാ തജിദൂന മിനൽ ബർദി മിൻ സംഹരീരി ജഹന്നം, ശൈത്യകാലത്ത് നിങ്ങൾ അനുഭവപ്പെടുന്ന തണുപ്പിന്റെ കാഠിന്യം എന്ന് പറയുന്നത് അത് നരകത്തിലെ ഏറ്റവും ശൈത്യമേറിയ സംഹരീറിന്റെ ഭാഗമാണ് എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. അഥവാ ചൂടിന്റെ കാഠിന്യം ഒരു മനുഷ്യനെ നരകാഗ്നിയുടെ ചൂടിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ് എന്നർത്ഥം. يقول الشاعر من كان حين يصيب الشمس جبهته أو الغبار يخاف الشين والشعثاء. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കവി പറയുകയാണ്, അയാളുടെ നെറ്റിത്തടങ്ങളിൽ സൂര്യന്റെ വെളിച്ചമലുപ്പം അടിക്കുകയും വെയിലേറ്റ് ചൂടനുഭവപ്പെടുകയും ചെയ്താൽ, അതല്ലെങ്കിൽ പൊടിപടലങ്ങൾ അവന്റെ മുഖത്ത് പുരണ്ടാൽ തൻ്റെ സൗന്ദര്യത്തിന് വല്ല കുറവും വരുമോ, അതല്ലെങ്കിൽ തനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതി അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മനുഷ്യൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല തൻ്റെ സൗന്ദര്യവും യൗവനവും എന്നും ആ പ്രസരിപ്പുമെല്ലാം മറ്റുള്ളവർക്ക് മുന്നിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവൻ തണൽ അന്വേഷിക്കുന്നു. സൂര്യന്റെ ചൂടിൽ നിന്നും വെളിച്ചത്തിൽ നിന്നും അവൻ മാറി നിൽക്കുന്നു. എന്നാൽ അവൻ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, ഒരിടത്ത് പൊടിപടലങ്ങൾക്കോ ഇരുട്ടിനോ ഒന്നും മാറ്റി നിർത്തപ്പെടാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു ഭവനം അവനെ കാത്തിരിക്കുന്നുണ്ട്. ഫി ظില്ലി മഖ്ഫറത്തിൻ ഗബ്റാഅ മുദ്ലിമതൻ യുതീലു തഹ്ത الثرى ഫീ ഗമ്മിഹ اللبث. അത് ഇരുളടഞ്ഞ, അവർ ഇന്ന് തണൽ അന്വേഷിക്കുമ്പോൾ ആ തണലിനേക്കാൾ എത്രയോ ഇരുട്ടുള്ള പ്രകാശം പോലും കടന്നു ചെല്ലാത്ത ഒരു ഇരുട്ടറയാണ് അവനെ കാത്തിരിക്കുന്നത്. അവിടെ മണ്ണ് പുതഞ്ഞ് കാലങ്ങളോളം അവൻ കഴിച്ചുകൂട്ടാനിരിക്കുന്നു. തജഹസി ബിജഹാസിൻ തബ്ലുഗീന ബിഹി യാ നഫ്സു ഖബ്ല الرദാ ലം തഖ്ലുഖി അബഥാ. അതുകൊണ്ട് അല്ലയോ മനുഷ്യ, ചിന്തയുള്ള, ബുദ്ധിയുള്ള, വിവേകമുള്ള ആത്മാവേ, നീ ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. അവിടെ മണ്ണ് ദേഹത്ത് പുരളാതിരിക്കുകയില്ല, പക്ഷേ അവിടെ നിനക്ക് രക്ഷപ്പെടാൻ ഉതകുന്ന കാര്യങ്ങൾ നീ ചെയ്തുകൊണ്ടിരിക്കുക. ലം തഖ്ലുഖി അബഥൻ, മനുഷ്യനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് വെറുതെ സൃഷ്ടിച്ചതാണെന്ന്, വൃഥാവിൽ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. മറിച്ച് അവന്റെ ചെയ്തികൾക്ക് അതിനനുസരിച്ചാണ് അന്നേ ദിവസം അവനെ രക്ഷ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതികഠിനമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് തഖ്വയോടുകൂടി നന്മകൾ ചെയ്ത് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അതികഠിനമായ ചൂടുള്ള വേളയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടേണ്ട സമയം വന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഫരിഹൽ മുഖല്ലഫൂന
بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയെന്ന് പറഞ്ഞപ്പോ മുനാഫിഖീങ്ങളായ ഒരു പറ്റം മനുഷ്യന്മാർ പറഞ്ഞു, ലാ തൻഫിറു, ആരും പോകേണ്ടതില്ല, ഫിൽ ഹർ, നല്ല അതികഠിനമായ ചൂടാണ്, ഈ ചൂടത്തൊന്നും പോകേണ്ടതില്ല എന്നവർ പറഞ്ഞു. ഖുൽ, അള്ളാഹുവിന്റെ റസൂലെ അവരോട് പറയുക, നാറു ജഹന്നം, നരകാഗ്നി എന്ന് പറയുന്നത് അശദ്ദു ഹർറാ, അത് ഇതിനേക്കാൾ എത്രയോ എത്രയോ 10 മടങ്ങ് ചൂടുള്ളതാണ്. ലൗ കാനു യഫ്ഖഹൂൻ, അവർ ചിന്തിക്കുന്നവരായിരുന്നുവെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകാഗ്നിയിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക. ആ നരകത്തിന് കാവലിരിക്കുന്നത് ഒരിക്കലും കരുണ തീണ്ടിയിട്ടില്ലാത്ത അതികഠിനന്മാരായ ചില മലായിക്കത്തുകളാണ്. അള്ളാഹു അവരോട് കൽപ്പിച്ച കൽപ്പനയിൽ നിന്ന് ഒരണുകിട ഇളവ് കാണിക്കാത്ത കാവൽ ഭടന്മാരുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കും. ഈ കടുത്ത ചൂടിൽ, നരകാഗ്നിയുടെ ചൂടിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും തെറ്റുകളിൽ നിന്ന് മുക്തരായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പല സഹോദരങ്ങളും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ നമ്മളുടെ നാട്ടിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് വളരെയധികം സേവനമനുഷ്ഠിച്ച നമ്മളുടെ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹം രോഗബാധിതനാണ്, അല്പം പ്രയാസത്തിലാണ് എന്നറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുകയും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഇനിയും സേവനം ചെയ്യാൻ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പല സഹോദരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ പുറത്ത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم واشف مرضاهم وداوي جرحاهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك واشدد وطأتك عليهم واجعلها عليهم سنين كسني يوسف يا قوي يا متين. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.